ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഷോർട്സ് അല്ല, ഫുൾ വീഡിയോ ആണ്. അതിനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാം, പാർട്ട് 2 കാണാം. സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പലരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാറുണ്ട്, ഷോർട്സ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട് അതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല എന്ന്. ഇപ്പൊ തന്നെ 1-2 കോപ്പിറൈറ്റ് കിട്ടിയിട്ടിരിക്കണ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറയാണ്, നമ്മൾ ഇടുന്ന വീഡിയോയോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഷോർട്സ് ഇടാൻ പറ്റില്ല. അങ്ങനെ ഷോർട്സ് ഇട്ടാൽ തന്നെ നമ്മൾ ചെയ്ത ആ ഫുൾ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ നിർവാഹമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് ഇടാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ടും 1-2 വീഡിയോസിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ലോങ് വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും ഷോർട്സ് കണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വീണ്ടും ഞാൻ പറയാറുണ്ട്, ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ ആരും കേൾക്കാറില്ല. അപ്പൊ കേൾക്കാറില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ലോങ് വീഡിയോനോട് കൂടി ചേർത്ത് നമ്മളുടെ ഷോർട്സിന്റെ പാട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഷോർട്സ് സെപ്പറേറ്റ് ഇടുന്നുണ്ട്, അത് നിങ്ങൾ പോയി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാട്ട് ദശാവതാരം മൂവിയിലെ കമലഹാസൻ ഒക്കെ അഭിനയിച്ച ദശാവതാരം എന്ന മൂവിയിലെ മുകുന്ദ മുകുന്ദ എന്നുള്ള പാട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോ അത് ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഒരു വീഡിയോ, അതായത് മുകുന്ദ മുകുന്ദ എന്നുള്ള പാട്ട് വെച്ചിട്ട് നമുക്കിപ്പോ ജന്മാഷ്ടമി അങ്ങനെയുള്ള കൃഷ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതില് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാം. അത്യാവശ്യം ഡാൻസ് പഠിച്ചവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് കൊറിയോഗ്രാഫി ചെയ്ത് ഞാൻ ഇടുന്നത്. അപ്പം അതെല്ലാവരും കാണാൻ, കണ്ടിട്ട് പഠിക്കുക. എളുപ്പമാണോന്ന് ഉള്ള കാര്യം ഒക്കെ കമന്റ് ചെയ്യുക. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോഴേ എനിക്ക് ആ പാട്ടുകൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന്റെ ഫസ്റ്റ് BGM നോക്കാം. ആദ്യത്തേതിന് വിട, രണ്ടാമത്തെ ബീജിയമിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. സ്റ്റേജിന്റെ ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ഓഡിയൻസ് നമ്മളെ ബാക്ക് സൈഡാണ് കാണുക. അപ്പൊ ആ രീതിക്ക് വേണം നിന്ന് ചെയ്യാൻ. ഓക്കെ, സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. കയ്യിലൊരു ഷോള് പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് 1 2 3 4 ഇങ്ങനെ കാല് കുത്തി കുത്തി കറങ്ങാം. വീണ്ടും 1 2 3 4 വീണ്ടും ഇങ്ങനെ കറങ്ങി ഫ്രണ്ടിലേക്ക് വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നിന്നിട്ടുള്ള സ്റ്റെപ്പ് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 മുകളിൽ 3 4 താഴെ. ഓക്കെ, എന്നിട്ട് അപ്പുറം ചാടാം. എങ്ങനെ ചാടും? 1 2 3 4. ഓക്കെ, വീണ്ടും ഇത് തന്നെ 1 2 3 4 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതിന് 1 2. ഓക്കെ, ഇത് തന്നെ 1 2 1 2 3 4 1 2 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒന്നും കൂടെ നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് ഇത്രയും. അതിനുശേഷമാണ് പിന്നെ മുകുന്ദ മുകുന്ദ എന്ന് പറഞ്ഞ പാട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അതിലെങ്ങനെയാണ് സ്റ്റെപ്പ് നോക്കാം. കാലിങ്ങനെ വെക്കുമ്പോ പുറകിലത്തെ കാലിൽ നിന്ന് ചവിട്ടി കൊടുക്കണം. ഓക്കെ, 1 2 3 4 1 2 3 4. അപ്പൊ കൈയും കൂടെ ചേർത്ത് എങ്ങനെയെന്ന് നോക്കാം. 1 2 3 4 1 2 3 4. നെക്സ്റ്റ് ഇത് തന്നെ കൈ ഇങ്ങനെ പോണം, മയിൽപീലി എന്നുള്ള ഒരു ഇതിലേക്ക് പോണം, തലയുടെ ഒരു സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് ആയിട്ട്. അപ്പൊ കാലെങ്ങനെ ഇങ്ങനെ വെക്കും. ഓക്കെ, അപ്പൊ
1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെ. അപ്പോ ഓക്കെ, വരംദ വരംദ വൃന്ദാവനം ദാവനന്ദ. ആ ലൈന് 1 2 3 4 1 2 3 4 ഇതാണ് 2 പ്രാവശ്യം. കാല് അകത്തി വയ്ക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു, വീണ്ടും കാലകത്തി വയ്ക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു. വനം ദാ വൃന്ദാവനം ദാവനന്ദ. അതിന് എടുത്താൽ മതി 1 2 3 4 1 2. ഓക്കെ, കാലിങ്ങനെ കുത്തി കുത്തി പോവാ. 1 2 3 4 1 2. ഓക്കെ, അടുത്ത മുകുന്ദയ്ക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, മുകുന്ദയ്ക്കാണ് നമ്മൾ സ്റ്റെപ്പ് നോക്കണത്. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പൊ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ ഓക്കെ, അങ്ങനെ തിരിഞ്ഞു നിൽക്കാം. അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം. കാല് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. പിന്നെ മാന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടാം. മാനും മയിലും. ഓക്കെ, എന്നിട്ട് തിരിഞ്ഞ് ഇങ്ങനൊരു പോസ് കൊടുക്കാം. വൃന്ദാവനം എന്നുള്ള ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ ഇതിങ്ങനെ ചുറ്റിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇടാം, തലയ്ക്ക് മുകളിലോട്ട് ഇടാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒന്നും കൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വെണ്ണയുണ്ടവായ മണ്ണയുണ്ടവ എന്നുള്ള ആ ലൈനാണ്. അപ്പൊ അതിന് നോക്കാം എങ്ങനെയാണ്. നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക. അവിടുന്ന് നേരെ ഓടി വന്നു, ഉറിയിന്ന് വെണ്ണ എടുക്കുന്നതായിട്ട് കാണിക്കുന്നു, എന്നിട്ട് വെണ്ണ കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, പെണ്ണയുണ്ട കാതലുയർക്ക് മറന്താകവ. ഓക്കെ, ഇങ്ങനെ ഇവിടെ നിൽക്കാം. നമ്മള് താഴത്തുനിന്ന് മണ്ണ് വാരി കഴിച്ചത് സൂപ്പർ എന്ന് കാണിച്ചിട്ട് ഒന്ന് നടന്നു വന്ന് ഇങ്ങനൊരു പോസ് കൊടുക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും മുകുന്ദ തന്നെയാണ് വരുന്നത്. ഇത് നമ്മള് ഇങ്ങനെ ഈ പോസ് നിന്നതിന് ശേഷം ഒന്ന് കഴുത്തൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അടമി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകുന്ദ ഇങ്ങനെ നിന്നിട്ട് 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2. ഓക്കെ, ആദ്യത്തെ പോലെ തന്നെ കാല് ഇങ്ങനെ കുത്തി കുത്തി വരുന്നു, എന്നിട്ട് അവിടെ ഒരു പോസ് കൊടുക്കും. ഓക്കെ, ഇതോടെ ആ ഭാഗം കഴിഞ്ഞു. ഓക്കെ, അടുത്ത ലൈൻ വരുന്നത് എന്നെ ചെയ്യനാനും തോൽപ്പാവേതാണ് എന്നുള്ള ലൈനാണ് വരുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കാം. ഇങ്ങനെ പിടിക്കുക. 1 2 3 4 1 2 3 4. റൈറ്റ് 2 എണ്ണം, ലെഫ്റ്റ് 2 എണ്ണം. ഓക്കെ, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞ് ഉന്തൻ കൈകൾ എന്ന് പറയുമ്പോ ഉന്തൻ കൈകൾ ആട്ടിവൈത്ത് നൂൽപ്പാവേതാൻ. ഓക്കെ, 1 2 3 ഇങ്ങനെ ചെയ്യാം. ഉന്തൻ കൈകൾ 1 2 3 4 1 2 3 4 എടുത്തു 1 2 3 4 1 2 3 4 എടുത്തു 1 2 1 2 1 1 2 3. ഓക്കെ, ഇത്രയാണ് ആ ലൈന് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് മനസ്സിലായിണ്ടാവും. 1 2
3 4 രണ്ടെണ്ണം, ഇവിടെ ലെഫ്റ്റില് രണ്ടെണ്ണം. ഓക്കെ, 1 2 1 2 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ലൈൻ മുകുന്ദ മുകുന്ദ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ. ഓക്കെ, 1 2 3 4 5 6 7 1 2 3 4 5 6 7. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത 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 വരന്ത. സെയിം. ഓക്കെ, അപ്പൊ ആ ഭാഗവും കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് നോക്കാം. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് നിക്കണത്. എന്നിട്ട് 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ മൂവ് ചെയ്യാം. കാലില് 1 2 3 1 2 3 1 2 3. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കാല് തിത്തിട്ടെ 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 വെക്കാം. ഓക്കെ, ഫ്രണ്ട് കോർണറിലേക്ക് പോവാം. 1 2 3 1 2 3 1 2 3 1 2 3. എന്നിട്ട് അവിടെ നിന്നിട്ട് 1 2 3 1 2 3 ചെയ്യാം. ഓക്കെ, 1 2 3 1 2 3. ഒരു ചാട്ടം, 2 ചാട്ടം കൊടുത്ത് അവിടെ കറങ്ങാം. ഓക്കെ, നോക്കാം. അപ്പൊ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 കറങ്ങി നിന്നു. ഓക്കെ, അപ്പൊ അടുത്തതിന് ചെയ്യുന്നത് നമ്മൾ കറങ്ങി നിന്നതിന് ശേഷം ടാ തേയ് തേയ് ത 1 2 3 4 ചെയ്യുന്നു. അത് കഴിഞ്ഞ് തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി ഇത് ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടെണ്ണം. ടാ തേയ് തേയ് റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യാം. തേയ് തേയ് ഹ തേയ് ഹി റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നോക്കാം. 1 2 1 2 3 4. എന്നിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഇറങ്ങി വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, 1 2 3 4. എന്നിട്ട് കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. വീണ്ടും 1 2 3 4. കൈ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 1 2 3 4 ഇങ്ങനെ കൊടുത്തു. വീണ്ടും 1 2 3 4. കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ലൈൻ വരുന്നത് ജയ് ജയ രാം ജയ് ജയ രാം സീതാറാം. ആ ഒരു ലൈനാണ് വരുന്നത്. അതിനെങ്ങനെയാ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, അപ്പൊ കാല് നോക്കാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 1 2 1 2 1 2. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 1 2 3 1 2 1 2 3 1 2 3. ഓക്കെ, ഇതോടുകൂടി പാർട്ട് 1 കഴിഞ്ഞു. പാർട്ട് 2 നെക്സ്റ്റ് ഡേ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ളായിട്ട് കാണുക, വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. മാത്രമല്ല ഷോർട്സും കാണുക. ഇതിന്റെ കൂടെ ഞാൻ ഷോർട്സും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ അതും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.